എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചില ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് പഠിച്ച് വെക്കാം. പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഓരോ ലെവൽസ് നിങ്ങൾ ടോപ്പ് ലെവൽ, മിഡിൽ ലെവലും ഓരോ മാനേജ്മെൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കോർഡിനേഷൻ, എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതെന്തുകൊണ്ടാണ്, കോർഡിനേഷൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് നോക്കി വെക്കുക. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ വരുമ്പോൾ ഹെൻറി ഫയറുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കണം. ഓരോ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് മൊത്തം പ്രിൻസിപ്പിൾസും ചോദിക്കില്ല, 6-7 പ്രിൻസിപ്പിൾസിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിക്കുക. അപ്പോൾ പറ്റാവുന്ന പ്രിൻസിപ്പിൾസ് പഠിച്ചു വെക്കുക. അതിൽ തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് വേഴ്സസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് സ്കേലാർ ചെയിൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് സ്ട്രെസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 5 പ്രിൻസിപ്പിൾസ് എന്താണ് അത് നോക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഒരു 4 ടെക്നിക്സ് ഉണ്ട്, ആ 4 ടെക്നിക്സ് പഠിക്കാം. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, അതിൽ വരുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, ആ ഒരു പോയിൻ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ വർക്ക് സ്റ്റഡിയിൽ വരുന്ന 4 തരത്തിലുള്ള സ്റ്റഡികൾ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം, ഫാറ്റിഗ് സ്റ്റഡി, ആ ഒരു സ്റ്റഡികളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പിന്നെ അടുത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ന്യൂ എക്കണോമിക് പോളിസി, അതിൽ വരുന്ന ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. ലിബറലൈസേഷനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഫീച്ചേഴ്സും എക്സ്പ്ലനേഷനും ഒക്കെ കുറച്ചധികമായിട്ട് നോക്കി വെക്കുക. അടുത്തൊരു ചെറിയ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഡിമോണിറ്റൈസേഷനാണ്. ഡിമോണിറ്റൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതടുത്തതായിട്ട് വരുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. അടുത്തത് സ്റ്റാൻഡിങ് പ്ലാനും അതുപോലെ സിംഗിൾ യൂസ് പ്ലാനും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് നമ്മുടെ മെറ്റീരിയലിൽ തന്നിട്ടുണ്ട്, ആ ഒരു ഡിഫറൻസ് നോക്കി വെക്കുക. അടുത്തത് പ്ലാനിങ് പ്രോസസ്സിൻ്റെ കുറേ വരുന്ന സ്റ്റെപ്പുകൾ. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ കൺട്രോളിങ് പ്രോസസ്സ് സ്റ്റെപ്സ്. പ്ലാനിങ് പറഞ്ഞതുപോലെ തന്നെ കൺട്രോളിങ്ങിൻ്റെയും സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് അധികം നിങ്ങൾ നോക്കി വെക്കുക, കാരണം ഏതെങ്കിലും ഒന്ന് പ്ലാനിങ്ങിൻ്റെയോ കൺട്രോളിങ്ങിൻ്റെയോ ഓർഗനൈസിങ്ങിൻ്റെയോ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എന്തായാലും ചോദിക്കും, അപ്പോൾ അത് കുറച്ച് നോക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഓരോ കാര്യത്തിന് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ്. അതിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ ഒരു 6 കാര്യങ്ങളുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വരുന്നുണ്ട്, ഓരോ ഡിസിഷൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കുക. എന്തായാലും ഒരു 6-8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും. അപ്പോൾ ഏതാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല, അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കുക. അടുത്തത് എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനാണ്, നോക്കി വെക്കുക. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സെലക്ഷൻ്റെ സ്റ്റെപ്പുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക, അതിൽ വരുന്നതാണ് സെലക്ഷൻ്റെ സ്റ്റെപ്പുകൾ. അത് കഴിഞ്ഞ് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ വരുന്ന കുറച്ച് ഡിഫറൻസുകളാണ്, അതായത് ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അതുപോലെ ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അത് ക്വസ്റ്റ്യനാണ്. പിന്നെ അവസാനമായിട്ട് നോക്കേണ്ടത് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ കൂടാതെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതുപോലെ സ്റ്റാഫിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിങ്, ഓക്കെ, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ആൻസേഴ്സുള്ള ഒരു PDF നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ഷുവറായും വരുന്നുള്ള ക്വസ്റ്റ്യനല്ല, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻസാണ്, കാരണം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൂടി റെഫർ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക.